ഹലോ ഗായ്സ്, ഇന്ന് എന്നത്തേക്കാളും സ്പെഷ്യലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള കേക്ക് വ്ളോഗാണ് കേട്ടോ കൂടുതലായിട്ടും ആഡ് ചെയ്തേക്കണത്. നമുക്ക് ഞായറാഴ്ച ദിവസമായിട്ട് ഒരു 5-6 കേക്കിൻ്റെ 5 തോന്നുന്നു 5 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഡെക്കറേഷനൊക്കെ ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ. അത് ഞായറാഴ്ച രാവിലെ നമ്മൾ വേറെ പിള്ളേർക്കും കൂടെ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നിട്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമല്ല, 2 പാത്രം. ഒന്ന് കുക്കറും, ഒരു 3 ലിറ്ററിൻ്റെ ഒരു കുക്കറും, ഒന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ബിരിയാണി പോട്ടുമായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതൊന്നും കടയിൽ പോയി റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണതല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും റെഡി പൈസ കൊടുത്ത് കടയിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ ഇങ്ങനത്തെ പാത്രങ്ങൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മുടെ അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ കേട്ടോ ഞാൻ വാങ്ങിക്കണത്. പക്ഷേ അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊണ്ടുവരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും വിചാരിക്കേണ്ട അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം ഒന്നും വിചാരിക്കേണ്ട. അത്രയും നല്ല അടിപൊളി, എനിക്ക് കടേനേക്കാൾ വിലയുടെ കാര്യമാണെങ്കിലും കടേനേക്കാൾ ഒരു 50-100 കുറവായിട്ടേ എനിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് തോന്നിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കുക്കറിൻ്റെ ചാക്സിൻ്റെ കുക്കറും ഒക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ പാത്രങ്ങളെല്ലാം ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം സെയിം ഒരേ കമ്പനിയുടെയും ഒരേ മോഡലിൽ തോന്നിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. അതിൽ ഈ ഒരെണ്ണം ആണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. ഞാൻ മിക്കവാറും റമളാൻ സ്റ്റാർട്ട് ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ വാങ്ങാറ്. ഇതേ കമ്പനിയിൽ ഒരേ മോഡൽ തന്നെയുള്ള ഒരേ കമ്പനി ഒരേ സാധനം തന്നെ ഇതിൻ്റെ തന്നെ ഒരു കടായിയും അതൊരു ഫ്രൈ പാനും ഒക്കെ, പിന്നെ അതുപോലെ അപ്പം ചുടുന്ന ദോശത്തവ വാങ്ങിച്ചിട്ട് കുറച്ചായി. ഈ പറഞ്ഞ കടായും ഫ്രൈ പാനും കഴിഞ്ഞ റമളാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ റമളാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു കടായി. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ വലിയ 2 കിലോയൊക്കെ വയ്ക്കുന്ന ബിരിയാണിയുടെ പാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ചെറുതുണ്ടായിരുന്നില്ല, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ സാധാരണ ആ ചേട്ടന് ഇങ്ങനെ ആഴ്ചയിലുള്ളതുപോലെ കൊടുക്കാമെന്നാണ്. പക്ഷേ എല്ലാവരും 50-100 അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ ഉള്ളതനുസരിച്ച് കൊടുത്ത് ഞാൻ തീർക്കും. അങ്ങനെ കേട്ടോ ചെയ്യണത്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് 200 ആണെങ്കിൽ 200, 300 ആണെങ്കിൽ 300 അങ്ങനെ കൊടുത്ത് മാക്സിമം നേരത്തെ ഞാൻ തീർക്കും. അതും ഞാൻ ഗൂഗിൾ പേ ഇട്ടാണ് കൂടുതലും കൊടുക്കണത് ആ ചേട്ടന്. അതായത് ആ ചേട്ടൻ്റെ പാത്രം തരാൻ മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് വരാറുള്ളൂ. പൈസ വാങ്ങിക്കാനായിട്ട് അല്ലാണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാറേ ഇല്ല. കാരണം ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കും. ബാലൻസും അതിൽ തന്നെ എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പാത്രം വേണമെന്ന് തോന്നിയാൽ ഞാൻ ആ ചേട്ടന് ഫോൺ വിളിക്കും, എനിക്ക് കൊണ്ടുതരും. അതല്ലാതെ ഓരോ ആഴ്ചയും 50-100 വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇട്ട് വയ്ക്കാറൊന്നുമില്ല. എൻ്റെ ഉള്ളതനുസരിച്ച് ഗൂഗിൾ പേയിൽ ഇട്ട് മാക്സിമം നേരത്തെ തീർക്കും. അങ്ങനെയാണ് ചെയ്യണത്. എന്തായാലും കടയിൽ പോയി വാങ്ങിക്കണമെങ്കിലും എത്രയോ ബെറ്ററാണ്. കാരണം ഒരുമിച്ച് റെഡി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഇപ്പോൾ നമ്മുടെ അടുത്തില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാം. കാരണം ഇങ്ങനെ ഒരു കടം ഇട്ടേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കും. ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം പാത്രങ്ങളെങ്കിലും എൻ്റെ അടുത്തുള്ളത്. വേറെ ക്വാളിറ്റിയോ റേറ്റോ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ലല്ലോ. കടയിലത്തേനേക്കാൾ ഒരു 50-100 കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്വാളിറ്റി ആയാലും നല്ല പക്ക ക്വാളിറ്റിയാണ്. ഞാൻ എല്ലാ കുക്കറൊക്കെ ചട്നിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പാത്രങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ എണിച്ചപ്പോൾ തന്നെ പാത്രം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊന്നും ഉണ്ടായില്ല. പിള്ളേരൊക്കെ വീട്ടിലിറന്നിട്ടാണ്. അയർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. അതാണ് ഞാനും കഴിച്ചത്. പിന്നെ കുറച്ച് പത്തിരിയും തലേന്നത്തെ കറി ഇരിക്കണ്ടായിരുന്നു, അതും ചൂടാക്കി കഴിച്ചു. അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കേക്കാണ് ഇപ്പം നമ്മൾ കോട്ട് ചെയ്തത്. അതിൽ നമുക്ക് ഒരു ഹസ്ബൻഡ് ഡാഡ് എന്ന് എഴുതിയിട്ടുള്ള ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു സെയിം മോഡലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. കസ്റ്റമർ നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഫോണ്ടൻ്റൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ബ്ലാക്കും റെഡും അങ്ങനെ 2 കളറിൽ നമുക്ക് ഫോണ്ടൻ്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ബ്ലാക്ക് കളറ് ഫോൺസ് കൊടുക്കാനും അതേപോലെ റെഡ് കളറ് 3-4 ഹാർട്ട്സും കൊടുക്കാനുണ്ടായിരുന്നു. സിമ്പിൾ വർക്കായിരുന്നു, പക്ഷേ ഫോണ്ടൻ്റിൻ്റെ പണി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേക്കായിരുന്നു നമുക്ക് രാവിലെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫൈനൽ കോട്ടും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കേക്കിലേക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് കേക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് ബാക്കി കേക്കുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ അതിലേക്കുള്ള ഫോണ്ടൻ വർക്ക്സൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തേക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് വൈഫ് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ സർപ്രൈസായിട്ട് ഓർഡർ ചെയ്ത കേക്കാണ്. പക്ഷേ സർപ്രൈസൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കേക്കും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കേക്ക് കൊണ്ടുപോകണത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കാം എന്നുള്ളത് പാളിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല, വിചാരിച്ചത്ര സർപ്രൈസ് ആയില്ല എന്നുള്ളൂ. അങ്ങനെ അതൊക്കെ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് റെഡിയാക്കി പാക്കൊക്കെ ചെയ്തിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമുക്ക് ബാക്കി 4 കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ 4 കേക്കും ഉച്ച കഴിഞ്ഞ് കൊടുക്കാനുള്ളതായിക്കൊണ്ട് തന്നെ 4 ആദ്യം തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് വച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി ഡെക്കറേഷൻസും അതേപോലെ ഫോണ്ടൻ്റ് വർക്ക്സ് ഉള്ളതൊക്കെ എല്ലാം ഒരുമിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കേക്കിലേക്ക് റെഡിയാക്കിയത്. അല്ലാതെ ഓരോരോ കേക്കുകൾ നമ്മൾ ചെയ്യാൻ നിന്നില്ല. പിന്നെ എല്ലാം ഉച്ച കഴിഞ്ഞ് സമാധാനമായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഡെക്കറേഷന് നിന്നത്.
ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തത് ഒരു 1/2 kg വാനില ആയിരുന്നിട്ടാ. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന 5 ഓർഡറുകളിൽ ഒരെണ്ണം മാത്രമേ 1 kg ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 4 1/2 kg ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോണത് 1/2 kg വെയിറ്റിൽ വരുന്ന റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. അത് അവർ അയച്ചു തന്ന മോഡൽ കുറച്ച് ഹൈറ്റിലായിക്കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹൈറ്റിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിന് മുമ്പ് ചെയ്ത കേക്കും ഇനി ചെയ്യാൻ പോണ കേക്കുകളൊക്കെ 6 ഇഞ്ചിൻ്റെ പാനിൽ ഒറ്റ കേക്കായിട്ട് ബേക്ക് ചെയ്തതാണ്. ഈ കേക്ക് 5 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, ടോട്ടൽ 4 ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അയച്ച മോഡലിലെ കളർ അതാണെങ്കിലും എക്സാക്റ്റ് ആ കളർ വേണമെന്നില്ലായിരുന്നു. കാരണം എക്സാക്റ്റ് ആ കളർ കിട്ടണമെങ്കിൽ നമ്മൾ ബ്ലൂബെറിയുടെ ക്രഷൊക്കെ യൂസ് ചെയ്യണം. നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ട് ബ്ലൂബെറിയുടെ 1 kg വെയിറ്റിൽ വരുന്ന ക്രഷൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്ക് ബ്ലൂബെറി കേക്കൊന്നും എപ്പോഴും ഓർഡർ വരലില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ഡേറ്റ് കഴിഞ്ഞ് പോകണതല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു കളർ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഈ കളറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഡിസൈൻ മുകളിൽ നിന്ന് മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോസിൽ ചെയ്തത് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ വീതി കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ടിപ്പ് വരുന്ന രീതിക്കുള്ള നോസിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തന്നെ സെയിം കുഞ്ഞു നോസിലും കൊണ്ടാണ് നമ്മൾ താഴത്തെ ഡെക്കറേഷൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തന്നെ വലുതും കൊണ്ട് മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പയ്യെ റിമൂവ് ചെയ്തിട്ട് മറ്റത് ചെയ്തു കൊടുത്തു കേട്ടോ. പക്ഷെ അത് റിമൂവ് ചെയ്തതിൻ്റെ വേറെ ഫിനിഷിങ് കുറവൊന്നും കേക്കിലുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മുകളിൽ കൂടെ വേറെ ഡിസൈൻ വരുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ വിൻറ്റേജ് തീമിൽ തന്നെ നമ്മൾ കേക്ക് റെഡിയാക്കി. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് കളർ റിബണും അതിനകത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരയച്ചത് വലിയൊരു കേക്കുമായിരുന്നു, വലിയ റിബണുമായിരുന്നു. ഇത് 1/2 kg കേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീതി കുറഞ്ഞ തിന്നായിട്ടുള്ള റിബണാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും ബോയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കുവാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ആദ്യത്തെ ടൈമിൽ നമുക്ക് കേക്കിന് ഓർഡർ വന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ചെയ്തെടുത്തത്. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഒറ്റ തവണയാണ് നമുക്ക് റെഫറൻസ് നോക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അത് ഭയങ്കര സിമ്പിളായിട്ടാണ്, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ചെയ്തിട്ട് അതൊന്ന് അഴിച്ചിട്ട് പിന്നെയും ചെയ്യും. അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. എന്നാലും പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ. അത് വച്ച് കഴിയുമ്പോൾ കേക്കിൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറും കേട്ടോ. കാരണം നമ്മൾ കേക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോ അയച്ചാൽ ആ ഒരു കേക്കിൻ്റെ ആ ഒരു എന്തെങ്കിലും അടുത്തൊരു ഡിസൈനെങ്കിലും വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. പക്ഷേ റിബൺ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊരു ക്യാൻഡിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്യാൻഡിൽ ഞാൻ വെച്ച് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റിയിട്ടാണ് പാക്ക് ചെയ്തത്. കാരണം നമുക്ക് ക്യാൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബോക്സ് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയപ്പോൾ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാൻഡിലിൻ്റെ ക്യാപ്പ് കേക്കിൽ തന്നെ ഇരുന്നു, മറ്റേ ക്യാൻഡിൽ മാത്രമാണ് നമുക്ക് വെളിയിലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് കസ്റ്റമറിനോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ക്യാപ്പ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഡയറക്റ്റ് കുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വിട്ടത്. അങ്ങനെ അതൊക്കെ നമ്മൾ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ ഒരു 1 kg കേക്കായിരുന്നു കേട്ടോ. അതും വാനിലയായിരുന്നു. അത് അവരൊരു മോഡൽ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ മോഡലിലുള്ള ഒരു പിക്ക് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് ഷോപ്പ് ഇല്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രിൻസിൻ്റെയും ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമായത് ഈ ഒരു ഗേളിൻ്റെ പിക്ചറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനോട് മാച്ച് ആവുന്ന രീതിക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് അയച്ച ആ ഒരു ഫോട്ടോ ഇത് കൊടുക്കാൻ പറ്റാത്തല്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം കറക്റ്റ് ആ ഒരു ഫോട്ടോ മാത്രം നോക്കി സെലക്ട് ചെയ്യൽ വളരെ റെയർ ആയിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് അത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോയി. കാരണം നമുക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി പ്രിൻ്റ് ഒന്നും എടുത്ത് വയ്ക്കില്ല. നമുക്ക് ഓർഡർ 2 ആഴ്ച മുമ്പേ കിട്ടിയതായിരുന്നു. പക്ഷെ നമ്മൾ പ്രിൻ്റ് അത്രയും നേരത്തെ എടുത്ത് വയ്ക്കില്ലല്ലോ. കാരണം അല്ലാതെ പല തിരക്കുകളിലും നമ്മൾ നടക്കുവാണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കേക്കിനെ പറ്റി നമ്മളപ്പോൾ ചിന്തിക്കില്ല. ആ സമയമാകുമ്പോഴാണ് എടുക്കാൻ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ തലേന്ന് നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മറന്നുപോയി. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്കൊക്കെ പാക്ക് ചെയ്തപ്പോൾ ആദ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ബോക്സൊക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അത് മാറ്റിയിട്ട് വേറെ സാധാ ഒരു ബോക്സ് എടുത്തിട്ട് ടോപ്പർ അത് മാറ്റി വെച്ച് ടേപ്പ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ അവരോട് കട്ട് ചെയ്യാൻ നേരത്ത് വച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറായിരുന്നു. നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എടുത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പാകത്തിന്, ഫ്രിഡ്ജൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നവർക്കുള്ളതാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി നമുക്ക് റമദാനിക്കല്ലേ വന്നത്. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഉള്ളിയൊക്കെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ നന്നാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കലുണ്ടായിരിക്കും മിക്കവാറും പേര് തന്നെ. ഞാൻ അങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വളരെ ചീപ്പ് റേറ്റ് ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു 100 എത്രയോ എന്തായാലും 150 താഴെ ഉള്ളൂ, അത്രേ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ വാങ്ങിച്ചു. ആ കൊറിയർ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വീഡിയോയിലൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. ഇത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു പെൺകൊച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ബർത്ത്ഡേയുടെ അന്ന് ആളിവിടെ ഉണ്ടാവില്ല.
പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു റെഡ് ഹാർട്ട്സ് വെച്ച ഒരു കുഞ്ഞ് ടോപ്പറും കൂടെ വയ്ക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെച്ച് റെഡിയാക്കി അതിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് നമ്മൾ വെച്ചു. അപ്പോൾ അത് കസ്റ്റമർ വീട്ടിലൊന്ന് എടുത്തോളാം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് ചെയ്യാനുണ്ടായിരുന്ന കേക്ക് ഒരു 1/2 kg റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് ചെയ്തിട്ട് ഇതും കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 1/2 kg റെഡ് വെൽവെറ്റും ആണ്. ഇത് ഹാർട്ട് ഷേപ്പിലേക്ക് കേക്ക് ആക്കും വേണമെന്ന് പറഞ്ഞ കേക്കാണ് കേട്ടോ. ഇതൊരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ അവർ അയച്ചു തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഈ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യണമെങ്കിൽ അതേ ആ ഷേപ്പിലുള്ള മോൾഡ് തന്നെ വേണമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നു കേട്ടെങ്കിലും അത്രയും ഫിനിഷിംഗ് ഒന്നും വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്യണ കേക്കിനേക്കാളും നല്ല അടിപൊളി ഫിനിഷിങ്ങിലും നല്ല ഷേപ്പിലും കിട്ടും നമുക്ക് ഇതേപോലെ റൗണ്ട് കേക്ക് ചെയ്തിട്ട് അതുപോലെ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കുമ്പോൾ. ആദ്യമൊക്കെ എനിക്ക് ഇത്ര ഫിനിഷിങ് വരില്ലെങ്കിലും പിന്നെ ഹാർട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഹാർട്ട് ഷേപ്പ് ഫിനിഷ് ചെയ്യൽ കുറച്ച് പാടാണ്. അതായത് ക്രീം തേച്ച് ഫ്രോസ്റ്റിങ് നമ്മൾ സാധാ റൗണ്ട് കേക്കൊക്കെ ചെയ്യണ രീതിക്കുള്ളത് കിട്ടില്ല. എന്നാലും ഇപ്പം നേരത്തേലും ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ സിമ്പിളായിട്ട് റെഡ് വെൽവെറ്റിൻ്റെ നോർമൽ ഡിസൈനായിട്ടുള്ള ക്രംസ് ഇട്ടിട്ടുള്ള ഡിസൈനായിരുന്നു പറഞ്ഞത്. പിന്നെ അതിൻ്റെ മുകളിൽ 2-3 ഹേർട്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സൈസിലുള്ള. പിന്നെ പേരെഴുതി വെക്കാനാണ് പറഞ്ഞത്. അവർ അയച്ച മോഡലിൽ 2-3 ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ 3 ഹേർട്സ് വെക്കാനാണ് പറഞ്ഞത്. അത് നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ റൈറ്റിങ്സും അവർ പറഞ്ഞ പോലെ തന്നെ എഴുതി കൊടുത്തു. അപ്പോൾ റൈറ്റിങ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിരൽ ജസ്റ്റ് ഒന്ന് അതിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു ക്രംസ് മാറിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് ക്രംസ് ഇട്ട് റെഡിയാക്കി എടുത്തു. എന്നാലും നമ്മൾ അരിപ്പേക്കോട്ട് ഇടുമ്പോൾ ആ ഒരു ഫിനിഷിങ് വരില്ല. എന്നാലും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം. കാരണം വീട്ടിൽ വന്ന് കസ്റ്റമർ എടുത്തോളാം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടുതലും എൻ്റെ കേക്ക് ഓർഡേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കേക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അതിൽ നിന്നാണ് എനിക്ക് കൂടുതലും വ്യൂവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് വീഡിയോസ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആഡ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.